അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ശിഖർ ധവാൻ 38-ാം വയസ്സിലാണ് വിരമിക്കാൻ തീരുമാനിച്ചത്. IPL ഉൾപ്പെടെയുള്ള ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചു. അനിൽ വാസുദേവ് കൂടുതൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് ശിഖർ ധവാൻ. ദീർഘകാലം ഇന്ത്യക്കായി കളിച്ചു. 38-ാം വയസ്സിലാണ് ശിഖർ ധവാന്റെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. 2010-ലാണ് അദ്ദേഹം ഇന്ത്യക്കായി ആദ്യം അരങ്ങേറ്റം കുറിക്കുന്നത് വിശാഖപട്ടണത്ത് ഓസ്ട്രേലിയക്കെതിരെ. ആ മത്സരത്തിൽ തിളങ്ങാനായില്ലെങ്കിലും പിന്നീട് ഉള്ള തിരിച്ചുവരവിൽ 2013 ഇതേ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിൽ അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചുകൊണ്ട് വന്നു. അതും 85 പന്തിലായിരുന്നു അന്ന് സെഞ്ചുറി അടിച്ചത്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ അതിവേഗ സെഞ്ചുറി എന്ന തരത്തിലൊക്കെ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ 19-ാം വയസ്സിൽ അണ്ടർ-19 ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണ് ശിഖർ ധവാൻ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റിലും ലോകത്തിലും വലിയ രീതിയിൽ കേൾക്കുന്നത്. പക്ഷേ 2007 ആ ടൂർണമെൻറ്റിലെ ലീഡിംഗ് ടോപ്പ് സ്കോററും ലീഡിംഗ് റൺ ഗെറ്ററും 3 സെഞ്ചുറിയും അടക്കം നേടിയെങ്കിൽ പോലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കാൻ ദീർഘകാലം എടുത്തു. ആദ്യ അവസരത്തിൽ പിഴച്ചെങ്കിലും പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിൽ മിന്നിത്തിളങ്ങിയതോടെ ഏകദിന ഫോർമാറ്റിലും വലിയ രീതിയിൽ അദ്ദേഹം തിളങ്ങി വന്നു. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഓപ്പണർമാരിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് അധിക സമയം വന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആയിരുന്നു. അതായത് പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽ ശിഖർ ധവാൻ മിന്നിത്തിളങ്ങുന്ന കാണുകയാണ് നമ്മൾ കണ്ടത്. 2013 ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടുമ്പോൾ ടീമിൻ്റെ ലീഡിംഗ് റൺ ഗെറ്ററും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കളിക്കാരനുമായിരുന്നു 2017 ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹമായിരുന്നു. ഒപ്പം തന്നെ 2015 ഏകദിന ലോകകപ്പിലെയും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ശിഖർ ധവാനായിരുന്നു. അങ്ങനെ ബിഗ് മാച്ചസ് വരുമ്പോഴൊക്കെ തന്നെ ശിഖർ ധവാന്റെ ബാറ്റിൽ നിന്ന് റണ്ണൊഴുകുന്ന കാഴ്ച കണ്ടു. ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം ആകെ ഇന്ത്യക്കായി 260-ലധികം മത്സരങ്ങളിൽ ശിഖർ ധവാൻ കളിച്ചു. അതായത് 2315 റൺസാണ് ടെസ്റ്റിൽ നേടിയത്. 6793 റൺസ് ഏകദിനത്തിലും 1759 റൺസ് ടെസ്റ്റിൽ നേടി. 24 സെഞ്ചുറികളും 55 അർദ്ധ സെഞ്ചുറികളും നേടി. ഇങ്ങനെ ഏറ്റവും ഒരു വലിയ താരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ IPL-ലും മുംബൈക്കായും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഡെക്കാൻ ചാർജേഴ്സിനായും ഒടുവിൽ പഞ്ചാബ് കിങ്സിനുമായൊക്കെ തന്നെ അദ്ദേഹം കളിക്കുകയായിരുന്നു. അങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിൽ IPL ഉൾപ്പെടെയുള്ള ടീമുകളിൽ നിന്നും വിരമിക്കുകയാണെന്ന് പറഞ്ഞു. നേരത്തെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു വരവോടുകൂടിയാണ് 2 വർഷം മുമ്പ് 2022 അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആ ഒരു സർക്യൂട്ടിൽ നിന്ന് ഔട്ടാകുന്നത്. പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിൽ മാത്രമായിരുന്നു ശ്രദ്ധയൂന്നിയത്. എന്തായാലും 38-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സീറോ ഹേറ്റേഴ്സ് ഉള്ള ഒരു പ്ലേയേഴ്സ് എന്ന തരത്തിലാണ് അദ്ദേഹം വിരമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.